ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ താഴെ വന്ന കാര്യങ്ങൾ ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങൾ, വഖഫ് ആസ്തികളുടെ സംരക്ഷണവും പരിപാലനവും, വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് എന്നാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന UDF മുന്നണി താങ്കളും ഞാനുമൊക്കെ ഉൾപ്പെടുന്ന സമുദായത്തെ അവരുടെ കണ്ണിൽ പിടിക്കുന്നില്ല എന്നാണോ, അതുപോലെ ഈ ന്യൂനപക്ഷമായി പരിഗണിക്കുന്നില്ല എന്നാണോ, അതുമല്ലെങ്കിൽ അടുത്ത 5 വർഷം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് ബാക്കിയുള്ളവർക്ക് നൽകുകയാണോ ചെയ്യുന്നത്? ശരിക്കും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പദ്ധതികളായി ഇന്ന് ഗവർണർ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. പേജ് 38 59 ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങൾ, വഖഫ് ആസ്തികളുടെ സംരക്ഷണവും പരിപാലനവും, വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് എന്നാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, ഈ വഖഫുമായും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളല്ലാതെ, ഹജ്ജ് തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലാതെ വേറെ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഇല്ലേ എന്ന് സ്വാഭാവികമായും ഒരു സംശയം ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാവും. കാരണം നമുക്കറിയാം, നമുക്ക് കേരളത്തിനകത്ത് ക്രൈസ്തവര് മാത്രമല്ല മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ട്, ബുദ്ധര്, ജൈനര്, പാഴ്സികള് ഉൾപ്പെടെ. അപ്പോ ഇത് സിഖുകാരുൾപ്പെടെ. അപ്പൊ ഇത് ഏകപക്ഷീയമായി ഒരു സമുദായത്തിന്റെ ഒരു മതത്തിൻ്റെത് മാത്രം എടുത്തു പറയുമ്പോൾ ഇത് വളരെ വിവേചനപരമായ, സമഗ്രമായി കേരളത്തെ കാണാത്ത ഒരു വകുപ്പായിട്ട് ന്യൂനപക്ഷ വകുപ്പിനെ കാണേണ്ടിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഇപ്പോഴും ആവശ്യപ്പെടുന്നത്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. അതിന് വളരെ സെക്യുലർ ആയിട്ടുള്ള എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് അതിന്റെ അകത്തുണ്ടാകണം. കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഭരണഘടനയിൽ കൂടെ തന്നെ, പ്രകടന പത്രികയിലൂടെ തന്നെ പറയത്തക്ക രീതിയിൽ ശക്തമായി നമ്മൾ ഗവൺമെന്റിന് മുമ്പിൽ, UDFന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ലഭ്യമാക്കുന്ന കാര്യങ്ങൾ, വിവിധ സ്കോളർഷിപ്പുകൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശം പോലും നടത്തുവാൻ ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ സാധിച്ചിട്ടില്ല. അപ്പോ ഇനിയിപ്പോ ബഡ്ജറ്റ് ആദ്യം ആവശ്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റ് വരുമ്പോൾ അതിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ആലോചിക്കും. കാരണം അവഗണനയും അതുപോലെ തന്നെ വിവേചനവും സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അത് വന്നു കഴിഞ്ഞാൽ അതിശക്തമായ പ്രതികരണങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അതിനകത്തൊരു നിർണായക ശക്തിയാണെന്ന് നമുക്കറിയാം. മുസ്ലിം ലീഗ് ഒരു നിർണായക ശക്തി ആയിരിക്കുമ്പോൾ തന്നെ മറ്റ് മതവിഭാഗങ്ങളെ കൂടെ പരിഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ജനാധിപത്യ ഭരണക്രമം ഇവിടെ ആവശ്യമായിരിക്കുന്നത്. ആ ജനാധിപത്യ ഭരണക്രമത്തിന്റെ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണത്തിന്റെ സുതാര്യതയും അതുപോലെ തന്നെ നിഷ്പക്ഷതയുമാണ്. ആ നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാവരെയും പരിഗണിക്കാനും കാണിക്കുന്ന താല്പര്യവും അത് നിയമത്തിലൂടെ ഉറപ്പാക്കുന്ന കാര്യവുമാണ്. ആ എല്ലാവരെയും തുല്യമായി പരിഗണിക്കുക എന്ന ഒരു സംഗതി ഇപ്പൊ ഇവിടെ കണ്ടിട്ടില്ല. ഇത് തികച്ചും ഏകപക്ഷീയമായ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വകുപ്പ് പോലെയാണ് ഈ വകുപ്പ് ബോർഡ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കുകയാണ്, അപലപിക്കുകയാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ലാതെ പോയത് ബഡ്ജറ്റിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളും കണ്ടില്ലെങ്കിൽ തീർച്ചയായും അതിശക്തമായ പ്രതിഷേധങ്ങൾ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തും ഉണ്ടാകും. കത്തോലിക്ക കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യും.